പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഷോർട്ട് നോട്ട്സുകളെ കുറിച്ചാണ്. ഇതിൻ്റെ എല്ലാ നോട്ട്സുകളും അതേപോലെ ഷോർട്ട് നോട്ട്സുകളും ലഭ്യമാണ്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തത് കിസാൻ സഭ ആൻഡ് ഏക മൂവ്മെൻറ്റ് ഇൻ അവധ്. കിസാൻ സഭയും ഏക പ്രസ്ഥാനവും, അവധിലുള്ള ഏക പ്രസ്ഥാനവും. ഉത്തർപ്രദേശിലെ അവധിൽ വലിയ ഭൂവുടമകളുടെ അതായത് താലൂക്ക്ദാർമാരുടെ അമിതമായ വാടക പിരിക്കലിനും അനധികൃത നികുതികൾക്കും നസ്രാന അന്യായമായ കുടിയൊഴിപ്പിക്കലിനും ഭേദഗതി എതിരെ ഉയർന്നു വന്ന കർഷക പ്രസ്ഥാനങ്ങളാണിവ. 1918 UP കിസാൻ സഭ രൂപീകരിക്കുകയും ബാബ രാമചന്ദ്രയുടെ കീഴിൽ ശക്തമായ കാർഷിക പ്രസ്ഥാനം വളരുകയും ചെയ്തു. പിന്നീട് 1921 ഉയർന്നു വന്ന ഏക പ്രസ്ഥാനം സാധാരണയേക്കാൾ 50% കൂടുതൽ വാടക ഈടാക്കുന്നതിനും നികുതി പിരിക്കുന്നവരുടെ ചൂഷണത്തിനുമെതിരെ പോരാടി. അടുത്താണ് മാപ്പിള റെബില്യൻ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വർഷവും അതേപോലെ ഷോർട്ട് നോട്ട്സും 2 മാർക്കുള്ള ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മാപ്പിള കലാപം 1921 നടന്ന മലബാർ കലാപം. 1921 ഓഗസ്റ്റിൽ കേരളത്തിൽ മലബാർ ജില്ലയിലെ മുസ്ലിം കുടിയന്മാർ ഉയർന്ന പാട്ടത്തിനും ഭൂവുടമകളുടെ ചൂഷണത്തിനുമെതിരെ നടത്തിയ കലാപമാണിത്. ഈ കർഷക രോഷം പെട്ടെന്ന് തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനമായി കൂടിച്ചേർന്നു. ഖിലാഫത്ത് നേതാവായ അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ തിരൂരങ്ങാടി പള്ളിയിൽ നടത്തിയ റെയ്ഡാണ് കലാപത്തിന് പെട്ടെന്നുള്ള കാരണമായത്. ഇത് അക്രമാസക്തമാവുകയും ജന്മികൾക്കും സർക്കാർ ഓഫീസുകൾക്കും നേരെ വലിയ അക്രമം ഉണ്ടാവുകയും ചെയ്തു. 90 തടവുകാരെ അടച്ചുപൂട്ടിയ ഗുഡ്സ് വാഗണിൽ കൊണ്ടുപോയപ്പോൾ ശ്വാസം മുട്ടി 67 പേർ മരിച്ച വാഗൺ ട്രാജഡി ഈ കലാപത്തിൻ്റെ ഒരു വലിയ ദുരന്തമാണ്. അടുത്തതാണ് ബാർദോളി സത്യാഗ്രഹ 1928. ഗുജറാത്തിലെ ബർദോളി താലൂക്കിൽ 1928 സർക്കാർ ഭൂനികുതിയിൽ അന്യായമായി 30% വർധനവ് വരുത്തിയതിനെതിരെ നടന്ന നികുതി നിഷേധ സമരമാണിത്. നോ ടാക്സ് മൂവ്മെൻറ്റ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര കമ്മീഷനെ നിയോഗിക്കുന്നതുവരെ നികുതി അടയ്ക്കാൻ കർഷകർ വിസമ്മതിച്ചു. സമരം വിജയം കാണുകയും സർക്കാർ നിയോഗിച്ച കമ്മീഷൻ നികുതി വർധനവ് വെറും 6.3% ആയി കുറയ്ക്കുകയും ചെയ്തു. ഇത് ബർദോളി റെസൊല്യൂഷൻ എന്നറിയപ്പെടുന്നു. അടുത്തതായി ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC. ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ഒന്നിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരെ ദേശീയ രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമാക്കാനും വേണ്ടി 1920 രൂപീകരിച്ച ദേശീയ തലത്തിലുള്ള തൊഴിലാളി സംഘടനയാണ് AITUC. ലാലാ ലജ്പത് റായ് ആയിരുന്നു ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ്. ദിവാൻ ചമൻലാൽ ജനറൽ സെക്രട്ടറി. മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ ആവശ്യപ്പെടാനും കൂടിയ ജോലി സമയത്തെ എതിർക്കാനും കൊളോണിയൽ ഭരണത്തിനെതിരെയുള്ള നിസ്സഹരണ സിവിൽ നിയമന ലംഘനങ്ങൾ സമരങ്ങളിൽ സജീവമായി പങ്കെടുക്കാനും ഈ സംഘടന തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തു.